ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ടീച്ചറമ്മ സീരിയലിലെ നാളത്തെ ഒറിജിനൽ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സാറാണെന്നുണ്ടെങ്കിൽ വീണെടുത്ത് സംസാരിക്കുക കേട്ടോ. വീണെടുത്ത് പറയുന്നുണ്ട് മേരിക്കുട്ടി ടീച്ചറും അതുപോലെ തന്നെ ജോണും വന്നപ്പോൾ വീണയുടെ മുഖം ആകെ മാറി. എന്തു പറ്റി വീണെ എന്ന് പറയുമ്പോഴേക്കും എന്നെ ആരും മനസ്സിലാക്കുന്നില്ല സർ, ഞാൻ സന്തോഷമായിട്ട് വീണ്ടും അടുക്കുന്നതൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പൊ സാറ് പറയുന്നുണ്ട് വീണനെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല, കാരണം വീണ ചെയ്യണത് നല്ല കാര്യം തന്നെയാണ്. ഞാൻ ആ കാര്യം സരസ്വതിക്ക് മുമ്പ് സൂചിപ്പിച്ചും ചെയ്തിരുന്നു. നോക്ക് വീണ ഇങ്ങനെ വിഷമിക്കേണ്ട, വീണ ഇപ്പൊ വിഷമിക്കേണ്ടതൊക്കെ നാളെ സമയത്ത് മറ്റുള്ളവർക്ക് തോന്നും വീണ അന്ന് ചെയ്തത് നല്ലതായിരുന്നു എന്ന്. ഞാൻ പറയുന്ന ഈ വാചകം വീണ നോട്ട് ചെയ്ത് വെച്ചോ. വീണ എപ്പോഴും ലൈഫിൽ വിജയിക്കും. ഞാനല്ലേ പറഞ്ഞത്, എല്ലാവരുടെ സ്നേഹത്തോടെ മാത്രം പെരുമാറാനേ വീണക്കറിയുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെ ദൈവം കൈവിടില്ല മോളെ എന്നൊക്കെ പറയാണ് വീണ പറയണ്ടേ. സാർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു സമാധാനം എന്ന് പറയുമ്പോൾ ഞാൻ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതല്ല, ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വീണെടുത്ത് സാറ് പറയുന്നുണ്ട്. വീണക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. ശേഷം വീണ നേരെ താഴത്തേക്ക് പോകുമ്പോഴേക്കും ജോണും അതുപോലെ തന്നെ കനിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കനി ചോദിക്കുന്നുണ്ട് ജോണിനോട്, അല്ല ജോണേട്ടാ, ഞാൻ പറഞ്ഞ മറുപടി ഇതുവരെയായിട്ടും ജോണേട്ടൻ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയാണ്. കനിയെടുത്ത് ജോൺ പറയുന്നുണ്ട്, അതിന് തക്കതായിട്ടുള്ള മറുപടി എനിക്കിപ്പോഴും കറക്റ്റായിട്ട് ആലോചിച്ച് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെന്തു പറ്റി? ജോണേട്ടന് വിവാഹപ്രായമായിട്ടില്ലെന്നാണോ ജോണേട്ടന്റെ വിചാരം? ജോണേട്ട, വിവാഹപ്രായമൊക്കെ എപ്പോഴേ കഴിഞ്ഞു, അതുകൊണ്ട് ഇനി വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചൂടെ? എനിക്കും വിവാഹപ്രായമായി, പിന്നെ എനിക്ക് മുമ്പോട്ടേ ജോണേട്ടനോട് ക്രഷ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ജോണേട്ടൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത് ആർക്ക് വേണ്ടിയൊക്കെയാണെന്ന് എനിക്കറിയാം, പക്ഷെ അയാളുടെ കയ്യിൽ നിന്ന് ഉചിതമായിട്ടുള്ള മറുപടി കിട്ടാത്ത സ്ഥിതിക്ക് എന്നെ വിവാഹം കഴിക്കണല്ലേ നല്ലത്. പിന്നെ ടീച്ചർക്കും സമ്മതമാണ്, എല്ലാവർക്കും സമ്മതമാണ്. ജോണേട്ടന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മറുപടി ഒരു നാളെ ആകുമ്പോഴേക്കും പ്രതീക്ഷിക്കാവോ? കനി, എന്റെ മാനസികാവസ്ഥ കനി ഒന്ന് മനസ്സിലാക്ക്, എനിക്ക് കുറച്ച് സമയം വേണം. ശരി, ആയിക്കോട്ടെ, പക്ഷേ ആലോചിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ആലോചിക്കണം. എന്താ അത്? അല്ല, എല്ലാവർക്കും നമ്മുടെ വിവാഹത്തിനോട് താല്പര്യമുണ്ട്, അത് ആലോചിക്കണം എന്നാണ് പറഞ്ഞത്. ശരി എന്ന് പറഞ്ഞിട്ട് ജോൺ അവിടെ നിന്ന് ഇറങ്ങാണ്. അത് നോക്കിക്കൊണ്ട് വീണ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. വീണെടുത്ത് ഒരു യാത്ര പോലും ജോണ് പറയുന്നില്ല. ജോണും മേരിക്കുട്ടിയും അവിടെ നിന്ന് ഇറങ്ങാണ്. എന്നാൽ ശരി മോളെ, പോയിക്കോട്ടെ എന്ന് കനിയെടുത്ത് പറയുമ്പോൾ കനി പറയുന്നുണ്ട്, അതെ, ഞാൻ നല്ലൊരു പോസിറ്റീവ് മറുപടിയാണ് ജോണേട്ടന്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും മേരിക്കുട്ടി ടീച്ചറെ, അത് അവൻ എന്താ വെച്ചാൽ തീരുമാനിക്കട്ടെ മോളെ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഭാഗത്ത് എനിക്ക് പൂർണ്ണ സമ്മതമാണ്. ഓ, താങ്ക് യു സോ മച്ച്. അല്ല, ടീച്ചർക്ക് എന്തുകൊണ്ടിട്ടാ എന്നെ ഇത്ര ഇഷ്ടമായത് എന്ന് കനി ചോദിക്കുമ്പോൾ, അതോ നിന്റെ ഓപ്പൺ ആയിട്ടുള്ള മൈൻഡാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ നിനക്ക് ഒരിക്കലും സാധിക്കില്ല. മറ്റുള്ളവരെ കുറിച്ച് നീ നല്ലത് മാത്രമേ പറയുള്ളൂ, നല്ലത് മാത്രം ചിന്തിക്കുള്ളൂ. നീ ഒരു പോസിറ്റീവ് വൈബാണ് മോളെ, അതാ എനിക്ക് നിന്നെ അത്ര ഇഷ്ടം എന്ന് പറയാണ്. ഓ, താങ്ക് യു കേട്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങി പോകാണ്. ശേഷം വീണനെ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴേക്കും ജോൺ വീണനെ വിളിക്കുന്നുണ്ട്. വീണ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് നിന്നെനിക്ക് കാണണം, നീ എത്രയും പെട്ടെന്ന് ഇന്ന സ്ഥലത്ത് വരാവോ എന്ന് ചോദിക്കുകയാണ്. ശരി എന്ന് വീണയും പറയുന്നുണ്ട്. അങ്ങനെ വീണയും ജോണും കൂടി ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി സംസാരിക്കാട്ടോ. ജോൺ ചോദിക്കണ്ട്, കനി ഇന്ന് ചോദിച്ചതിന്റെ മറുപടി ഞാൻ എന്താ വീണയെ പറയേണ്ടത്? അവൾ കുറച്ച് നാളായിട്ട് എന്നെ ഇഷ്ടമാണെന്ന് വീണക്കറിയാലോ. അന്ന് ഞാൻ ഇഷ്ടമല്ലെന്ന് തന്നെയാ അവളോട് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അവള് പ്രൊപ്പോസലായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അമ്മക്കും എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. പക്ഷെ എന്റെ മനസ്സിൽ എന്താന്ന് വീണക്കറിയാലോ. വീണയാണെങ്കിൽ ഒന്നും തുറന്ന് പറയുന്നുമില്ല. വീണ ഒരു മറുപടി പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം, അല്ലെങ്കിൽ കനീന്റെ എന്റെ വിവാഹം അമ്മ നടത്തും. അമ്മ ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. വീണ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കേണ്ട, എനിക്ക് വേണ്ടി ആരും ഒന്നും പറയണ്ട, സംസാരിക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്താ ചെയ്തോ, എനിക്കൊന്നും ഇതിൽ പറയാനില്ല എന്ന് വീണ പറയണം. ജോൺ പറയുന്നുണ്ട്, വീണയുടെ ഈ സ്വഭാവമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഒരു കാര്യത്തിൽ കറക്റ്റായിട്ട് മറുപടി പറയില്ല. എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ചെയ്തോ, നിങ്ങൾക്ക് ഇഷ്ടപോലെ പോലെ കാണിച്ചോ, ഞാൻ എന്ത് ചെയ്തു, ഞാൻ പോയി തന്നേക്കാം, ഇങ്ങനത്തെ ഒരു വർത്താനാണ് വീണയുടെ. എന്താ വീണ നീ ഇങ്ങനെ? നിനക്ക് വേണ്ടി ഇത്ര നാൾ കാത്തിരുന്നതിന് എനിക്ക് തന്ന കൂലിയാണോ നീ ഇത്? ജോണേട്ട, ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതൊന്നും പറയാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. നോക്ക്, ഞാൻ കനിയുടെ അടുത്ത് ഒരു മറുപടി പറഞ്ഞിട്ടില്ല. അതിന് കാരണം എന്താന്ന് വീണക്കറിയാവോ? വീണയുടെയും സന്തോഷിന്റെയും വിധി പറയുന്ന ദിവസമാണ് അടുത്ത ആഴ്ച. അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ ഒന്ന് റിലാക്സ് ആവും, സ്വസ്ഥമായിട്ടിരിക്കും എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് വീണേനെ ഒന്ന് പ്രഷർ ചെയ്യാന്ന് വിചാരിച്ചത്. എന്താ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാവോ എന്ന് ചോദിക്കുകയാണ്. വീണ പറയണ്ട്, ഞാൻ പറഞ്ഞില്ലേ ജോണേട്ട, എനിക്കതിന് കറക്റ്റ് ആയിട്ടുള്ള മറുപടി പറയാൻ അറിയില്ല. എനിക്കറിയില്ല ജോണേട്ടടുത്ത് എന്താ പറയണ്ടേന്ന്. ജോണേട്ടൻ എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ട. ജോണേട്ടന്റെ മനസ്സിന് എന്താ തോന്നണത് അതുപോലെ ചെയ്തേക്ക് എന്ന് പറയാണ്.
അത് കേൾക്കുമ്പോൾ ജോൺ ആകെ ഷോക്ക് ആവാട്ടെ. ഇത്രയും വർഷം താൻ കാത്തിരുന്നത് തന്റെ വീണക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ വീണ ഒരൊറ്റ വാക്ക് കൊണ്ട് തന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജോൺ അവിടെ ഇങ്ങനെ നിൽക്കാട്ടോ. ജോണിയുടെ ആ കാര്യമായിട്ട് വീണയുടെ വഴിക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ജോൺ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ കനി ഇവരുടെ പുറകെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കനി ജോണിനെ കാണുമ്പോൾ ജോൺ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കനി ബൈക്കിൽ ഒരു ഹോൺ നീട്ടി അടിക്കുകയാണ്. ജോൺ ആ ഹോൺ പോലും കേൾക്കുന്നില്ല കേട്ടോ. വീണ്ടും കനി നീട്ടി ഹോൺ അടിക്കുന്നുണ്ട്. പെട്ടെന്ന് ജോൺ ഞെട്ടിപ്പോവാണ്. ഹലോ ജോണേട്ടാ, എന്താ ഒരു ആലോചന? ഒറ്റക്ക് വലിയ ചിന്തയിലാണല്ലോ. എന്തു പറ്റി? എന്നെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണോ? കനിയോ, നീ എപ്പെത്തി? ഞാനോ ജസ്റ്റ് ഒന്ന് കല്ലൂനെയും അതുപോലെ തന്നെ കല്ലൂനെ കാണാൻ വേണ്ടി പോണ വഴിക്കാണ് കണ്ടത്. പിന്നെ മഹേഷ് ഏട്ടൻ എന്നിട്ട് ചെറിയൊരു കശപിശ ഉണ്ടായിരുന്നേ. മഹേഷ് ഏട്ടനടുത്തും അതുപോലെ തന്നെ രാധേച്ചിയെടുത്തും കുറച്ച് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമ്മുടെ കൃഷ്ണമാഷിനെ കുറിച്ച്. അപ്പൊ അങ്ങനെ സംസാരിക്കാൻ പോണ വഴിക്കാണ് ഞാനിപ്പോ താങ്കളെ കണ്ടത്. അല്ല, എന്തായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത്? കുറെ നേരമായി ആലോചിച്ചിരിക്കണത്. ആലോചന കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ ഒരു ഹായ് പറയാന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ആലോചന കഴിയുന്നു. അതുകൊണ്ടാ ഇങ്ങനെ ഹോൺ അടിച്ച് പേടിപ്പിച്ചേട്ടോ. അല്ല, ഞാൻ പറഞ്ഞത് ജോണേട്ടൻ സീരിയസ് ആയിട്ട് എടുക്കാത്തത് എന്താന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണോ എന്റെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ ജോണേട്ടാ, ഞാൻ ജോണേട്ടനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ചെറുപ്പം തൊട്ട് എനിക്കെല്ലാ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ജോണേട്ടൻ എപ്പോഴാണ് എന്റെ മനസ്സിൽ കയറി പറ്റിയെന്ന് എനിക്കറിയില്ല. ജോണേട്ടന് വീണയാണ് ഇഷ്ടം എന്നുള്ള കാര്യവും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ എനിക്ക് അറിയായിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്റെ ഇഷ്ടം ഞാൻ തുറന്നു പറയില്ലായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞും പോയില്ലേ, പ്രൊപ്പോസൽ നടത്തിയും പോയി. പിന്നെ വീണയുടെ കയ്യിൽ നിന്ന് കറക്റ്റ് ആയിട്ടൊരു മറുപടി ഒരിക്കലും ജോണേട്ടനെ കിട്ടാൻ പോകുന്നില്ല. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ സന്തോഷിന്റെ ഭാര്യയായിട്ട് കുറെ നാൾ ജീവിച്ചതാണ്. വീണ സന്തോഷിനെ സ്നേഹിച്ചതാണ്. സന്തോഷ് വീണേനെ. ഒരു സമയത്ത് വീണ സന്തോഷിനെ വെറുത്തു. പിന്നെയും സന്തോഷ് പഴയ സ്വഭാവമൊക്കെ മാറി പുതിയൊരു സന്തോഷമായിട്ട് മാറി. അപ്പോൾ വീണക്ക് ആ ഭർത്താവിനോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം. അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ജോണേട്ടന് താല്പര്യം ഉണ്ടെങ്കിൽ ഇതേ ഞാൻ പറഞ്ഞ നാളെ ഇതേ സമയം പറയണം. അത്ര എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കനി അവിടുന്ന് പോവാണ്. ജോൺ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈശ്വര, ചെകുത്താനും കടലും നടുക്കായല്ലോ. ഈ വീണയാണെങ്കിൽ ഒരു മറുപടി പോലും പറയുന്നില്ല. അമ്മയടുത്ത് എന്തു പറയും? വീട്ടിൽ പോയാൽ അമ്മ ചോദിക്കും എന്തായി? കനിയെടുത്ത് എസ് പറയട്ടെ? കനിയെടുത്ത് സംസാരിച്ചോ? കനീനെ കണ്ടോ? വിവാഹപ്രായം കഴിഞ്ഞു പോയി ചെക്കന എന്നൊക്കെ പറയും. അമ്മയടുത്ത് എന്ത് മറുപടി പറയും? ടീച്ചറമ്മയടുത്ത് എന്ത് മറുപടി പറയും? ഒന്നും അറിയില്ല. എന്തായാലും വീണയുടെ മറുപടിക്ക് നാളെയും കൂടി ഞാൻ കാത്തിരിക്കും. എന്നിട്ടും വീണ മറുപടി പറയുന്നില്ലെന്നാണെങ്കിൽ എന്റെ ജീവിതം ഞാൻ കനിക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് ജോൺ ഉറച്ചു തീരുമാനിക്കുകയാണ്. അല്ലെങ്കിൽ അതന്നെയാ നല്ലത്. വീണക്ക് എസ് ആണെങ്കിൽ എസ് പറയാം, അല്ലാതെ സന്തോഷിനെ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ വീണ എന്താ വെച്ചാൽ ജോണിനെയും ആഗ്രഹിപ്പിക്കുന്നു, കനീനെ നിരാശപ്പെടുത്തുന്നു. അവരുടെ ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ ഈ വീണക്കൊന്നും ജസ്റ്റ് അവർ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ മതിയല്ലോ. അപ്പൊ എന്തായാലും വീണ ഒഴിഞ്ഞു മാറി കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നണത്. പക്ഷെ കനിയുടെ ആഗ്രഹം വീണയും ജോണും തന്നെ ഒന്നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.